So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് റിവിഷൻ വീഡിയോ ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് വണ്ണാണ് നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ എന്താണ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഗോൾ അച്ചീവ് ചെയ്യുക, ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതാണ് അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. ഇതിനർത്ഥം എന്താണ്, മാനേജ്മെൻറ്റ് പെർവേസീവ് ആണ്. ഇതിനർത്ഥം അത് ഏത് ലെവലിലും അല്ലെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിലായാലും നമുക്ക് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷനിലാണ്. അടുത്തതാണ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒറ്റയ്ക്കൊരാളെന്നല്ല മാനേജ്മെൻറ്റ് നടത്തുക. എന്താണ്, അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ്. അത് ഇൻടാഞ്ചിബിൾ, നമുക്ക് തൊടാനോ കാണാനോ സാധിക്കാത്തൊരു ഫോഴ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസ്? പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്, ഓഫീസ് ഉണ്ട്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്താണ്? പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിനുള്ളത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യണത്? ആ ഒരു പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വെച്ച് എന്താണ്, എങ്ങനെ ഫിനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, അതേപോലെ ഫിനാൻസുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതേപോലെ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ളത്. ഇനി പേഴ്സണൽ മാനേജ്മെൻറ്റ്, സ്റ്റാഫുകളുടെ കാര്യങ്ങൾ, സ്റ്റാഫ് വെൽഫെയർ, അവരുടെ സാലറി, ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരിക. ലാസ്റ്റ് ഒന്നാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസ് വർക്കിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും, ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം മെയിനായിട്ട് 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് ലോ ലെവൽ മാനേജേഴ്സ്. ലോ ലെവലിൽ വരുന്നതാണ് സൂപ്പർവൈസർ, സെക്ഷൻ ഹെഡ്, ഫോർമെൻ ഒക്കെ വരുന്നത് ലോ ലെവലാണ്. അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എംപ്ലോയീസിന് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ എൻഷുർ ചെയ്യുക, റെക്കമെൻഡേഷൻസും സജഷൻസും പ്രൊവൈഡ് ചെയ്യുക, എംപ്ലോയീസ് പ്രോബ്ലംസ് കൃത്യമായിട്ട് ടോപ്പ് ലെവലിലേക്ക് അറിയിക്കുക. ഇതെല്ലാമാണ് ലോ ലെവൽ മാനേജേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്നതാണ് മിഡിൽ ലെവൽ. മിഡിൽ ലെവൽ മാനേജേഴ്സ് വരുന്നതാണ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ എക്സെട്ര. ഇവർ ഡ്യൂട്ടി എന്തൊക്കെയാണ്? നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഈ പ്ലാൻസും അവരുടെ പോളിസീസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുക, കൃത്യമായിട്ട് പോളിസീസും ഇൻഫോർമേഷൻസും ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എത്തിക്കുക, അത് ഡിഫൈൻ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും. പിന്നെ എന്ത് ചെയ്യുക, അവരുടെ ലോവർ ലെവൽ മാനേജേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് അവർ കൃത്യം ഗൈഡൻസ് കൊടുക്കേണ്ടതും മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. എന്നാൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ഒക്കെ വരുന്നവരാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷനെ ഫുള്ളായിട്ട് കൺട്രോളും ഓവർസീ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആരുടെയാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ആണ്. ഇവരാണ് ആ കമ്പനിയുടെ ഗോളും പ്ലാൻസും പോളിസീസും എല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ നേച്ചർ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെയാണ് യൂണിവേഴ്സൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് യൂണിവേഴ്സലാണ്, എവിടെ പോയി നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഡൈനാമിക്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ. അതൊരിക്കലും റിജിഡ് അല്ല, എന്നാണ് വളരെ ഫ്ലെക്സിബിളാണ്, നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ഹ്യൂമൻ നേച്ചർ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഹ്യൂമൻ നേച്ചർ പോലെയാണ്. എന്തുകൊണ്ടാണ്? വളരെ കോംപ്ലക്സ് ആണ്, വളരെ ഡിഫിക്കൽട്ടാണത്. കെയർഫുൾ ആപ്ലിക്കേഷൻ, നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇനി എന്തെല്ലാമാണ് മാനേജ്മെൻറ്റ് ജനറൽ പ്രിൻസിപ്പിൾസ് നോക്കാം. ഒന്നാമത്തെയാണ് ഡിവിഷൻ ഓഫ് ലേബർ. എന്ത് ചെയ്യണം? ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വർക്ക് കൊടുക്കുക. ഇങ്ങനെ വർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വർക്ക് ചെയ്തിട്ട് അതിൽ സ്പെഷ്യലൈസ്ഡ് ആവും. അപ്പോൾ അവർക്ക് അത് എറർ ഫ്രീ ആയിട്ടും വളരെ ഫാസ്റ്റായിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അടുത്താണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി മീൻസ് ഗിവിങ് ഓർഡർ. ഓർഡർ കൊടുക്കുന്നതിനാണ് അതോറിറ്റി എന്നും. റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒബ്ലിഗേഷൻ ടു പെർഫോം ദ ടാസ്ക്. തനിക്ക് ടാസ്ക് എന്നാൽ അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഡിസിപ്ലിൻ. വില്ലിനെസ് ഇൻ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ് ടു ഒബേ ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ആ ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസും പ്രൊസീജിയറും ഒബേ ചെയ്യാം എന്ന് വില്ലിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈച്ച് വർക്കർ ഷാൽ ഹാവ് ഓൺലി വൺ സുപ്പീരിയർ. ഒരു വർക്കറിന് ഒരു സുപ്പീരിയർ മാത്രമേ പാടുള്ളൂ, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇനി അടുത്ത യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്? ദർ ഈസ് ഓൺലി വൺ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് വർക്ക്. ഏത് വർക്കിനായിക്കോട്ടെ ആ വർക്കിന് ഒരു പ്ലാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അടുത്താണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്.
മാനേജ്മെൻറ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, മാനേജ്മെൻറ്റ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനായിരിക്കില്ല, പകരം ആർക്കായിരിക്കും, ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനായിരിക്കും. റെമ്യൂണറേഷൻ. ഇഫ് എംപ്ലോയീസ് ആർ പെയ്ഡ് ഫെയർ വേജസ് ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്. എംപ്ലോയീസിന് കൃത്യമായിട്ട് ഫെയർ വേജസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സെൻട്രലൈസേഷൻ. ഇഫ് ദ അതോറിറ്റി ഈസ് റീറ്റെയിൻഡ് ബൈ ദ ഹയർ മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് സെൻട്രലൈസേഷൻ. അതോറിറ്റി റീറ്റെയിൻ ചെയ്യുന്നത് ഹയർ മാനേജ്മെൻറ്റ് മാത്രമാണെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് നോക്കാം. ഒന്നാമത്തേന് പ്ലാനിങ്. പ്ലാനിങ് എന്താണ്? പ്ലാനിങ് ആണ് മാനേജ്മെൻറ്റ് പ്രോസസ് ഫങ്ഷൻസിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളത്, ഏറ്റവും ഫസ്റ്റ് വണ്ണ്. അതിലാണ് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സും ഫോർകാസ്റ്റിങ്ങും ഓപ്ഷൻസും സെലക്ട് ചെയ്യലും ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. അടുത്താണ് ഓർഗനൈസിങ്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അതിൽ ഒരു ഹാർമോണിയസ് എസ്റ്റാബ്ലിഷിംഗ് പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല കൃത്യമായിട്ട് കമ്പനിയിലുള്ള മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി ഇതെല്ലാത്തിനെയും ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നവർക്ക് തന്നെയാണ് ഈ ഓർഗനൈസിങ് തന്നെയാണ്. അടുത്താണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്താണ്? കറക്റ്റ് പേഴ്സണൽസിനെ, കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ കറക്റ്റ് പൊസിഷനിൽ ഫില്ല് ചെയ്യുക, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഡയറക്റ്റിംഗ്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, മാനേജ്മെൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, പ്ലാൻസും പോളിസീസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. അടുത്താണ് കോർഡിനേഷൻ. മാനേജ്മെൻറ്റ് എസെൻസ് ആണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പറായിട്ട് ഈ പറയുന്ന എല്ലാ സബോർഡിനേറ്റ്സിനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുകയാണ് മെയിനായിട്ട് കോർഡിനേഷൻ്റെ ഡ്യൂട്ടി. അടുത്താണ് മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ ഈസ് എ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഇൻ മാനേജ്മെൻറ്റ്. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. മാനേജർ ഇൻസ്പയർസ് ദ സബോർഡിനേറ്റ്സ് ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു ത്രൂ മോട്ടിവേഷൻ. മാനേജർ അവരുടെ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ ഇൻസ്പയർ ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യിക്കും. അടുത്താണ് കൺട്രോൾ. എസ്റ്റാബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ്, മെഷറിംഗ് ദ പെർഫോമൻസ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ്, ടേക്കിംഗ് കറക്റ്റ് ആക്ഷൻസ്. കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പെർഫോമൻസ് മെഷർ ചെയ്ത് അപ്രൈസലൊക്കെ നോക്കി എന്താണ് കറക്റ്റ് ആക്ഷൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്നതിനാണ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് പ്ലാനിങ്ങിൻ്റെ നേച്ചർ നോക്കാം. എന്തൊക്കെയാണ്? പ്ലാനിങ് എന്നൊരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതൊരു പ്രൈമറി ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷനാണ്. എപ്പോഴും എഫിഷ്യൻസി കൂട്ടാനാണ് പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് എപ്പോഴും വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പ്ലാനിങ് എപ്പോഴും എന്തിന് റിലേറ്റ് ചെയ്തിരിക്കും? ഒബ്ജക്റ്റീവ്സ്, ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ റിലേറ്റ് ചെയ്തിരിക്കും പ്ലാനിങ് ഉണ്ടാവുക. പ്ലാനിങ് എപ്പോഴും ഓൾ പെർവേസീവ് ആയിരിക്കും, എല്ലായിടത്തും പ്ലാനിങ് അപ്ലിക്കബിൾ ആയിരിക്കും. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴും പ്ലാൻ നോക്കുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. ഒരിക്കലും പാസ്റ്റിന് വേണ്ടി അല്ല പ്ലാനിങ് ഉണ്ടാക്കണം, എപ്പോഴും ഫ്യൂച്ചറിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ്. പ്ലാനിങ് എപ്പോഴും കുറേ ചോയ്സസ് തരും. അതുപോലെ പ്ലാനിങ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ്സ്. എപ്പോഴും പ്ലാനിങ് എന്താണ്? ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ്സാണ്. ഇനി എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്നാമത്തെയാണ് എപ്പോഴും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ഫോക്കസ്. പിന്നെന്താണ്? ഭാവിയിലുള്ള അൺസർട്ടനിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെന്താണ്? സെൻസ് ഓഫ് ഡയറക്ഷൻസ്, കൃത്യമായിട്ട് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് സാധിക്കും. പിന്നെ കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യാൻ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. മോട്ടിവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ കോർഡിനേഷൻ കൂട്ടുന്നു. ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. ഡീസെൻട്രലൈസേഷൻ ഒരു ബേസായി പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എഫിഷ്യൻ്റ് ആക്കാനും എക്കോണമി ആക്കാനും പ്ലാനിങ്, ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി പ്ലാനിങ് പ്രോസസ്സാണ്. പ്ലാനിങ് പ്രോസസ് ഇൻവോൾവ് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ് ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഫോർ അച്ചീവിങ് ദം. പ്ലാനിങ് പ്രോസസ്സിന് എന്താർത്ഥം? ബിസിനസ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യുക, അതാണ് മെയിനായിട്ട് പ്ലാനിങ് പ്രോസസ്സ്. എന്തൊക്കെയാണ് പ്ലാനിങ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ നോക്കാം. ഒന്നാമത്തെയാണ് അവെയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് അവെയർ ആവുക, അതനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. എന്നിട്ട് പ്ലാനിങ് അസംഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ സബ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുക, സബ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്സ്. ഇനി ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ്. പ്ലാൻ മെയിനായിട്ട് രണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്, മൾട്ടി യൂസ് പ്ലാൻ ഉണ്ട്. മൾട്ടി യൂസ് പ്ലാനിന് കീഴിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, റൂൾസ്. സിംഗിൾ യൂസ് പ്ലാനിന് കീഴിൽ വരുന്നതാണ് പ്രോഗ്രാം, ബഡ്ജറ്റ്, ഷെഡ്യൂൾ, പ്രൊജക്റ്റ്, മെത്തേഡ്. ഇതിൽ മൾട്ടി യൂസ് പ്ലാൻസ് എന്താർത്ഥം? ഒരു പ്ലാൻ നമുക്ക് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരേ സിറ്റുവേഷനിൽ നമുക്ക് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടിപ്പിൾ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, മൾട്ടി യൂസ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻസ് എന്താർത്ഥം? നമുക്കത് ഒരു വർഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്താണ് എന്താണ് ഒബ്ജക്റ്റീവ്. വാട്ട് ഇസ് ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ആർ ദ എയിം ഓർ പർപ്പസ് ഫോർ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഈ സെറ്റപ്പ്. എന്തിനു വേണ്ടി ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തു, ആ ഒരു റീസൺ ആണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സ്ട്രാറ്റജി. സ്ട്രാറ്റജി ഇസ് എ ബോർഡ് ഓഫ് ആക്ഷൻ ഫോർ ദ യൂസ് ഓഫ് റിസോഴ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോർഡ് ഓഫ് ആക്ഷൻ ആണ്
സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പോളിസി. പോളിസി ആർ ഗൈഡ് ടു ആക്ഷൻ. നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗൈഡാണ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ദേ പ്രൊവൈഡ് എ ബോർഡ് ഗൈഡ് ലൈൻസ് ആസ് ടു ഹൗ ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ ആർ ടു ബി അച്ചീവ്ഡ്. എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ബോർഡായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോളിസീസ്. അത് പ്രൊസീജിയർ. ഇറ്റ് ഈസ് എ ടേം ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോ ഇൻ ക്യാരിങ് ഔട്ട് സർട്ടൻ കൈൻഡ് ഓഫ് വർക്ക്. ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ ക്യാരി ഔട്ട് ചെയ്യേണ്ട സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്, അങ്ങനെ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നതാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് റൂൾസ്. റൂൾസ് എന്താണ്? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒന്നാണ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറയുന്നത് സിംഗിൾ യൂസ് പ്ലാൻ തന്നെയാണ്, നമുക്കത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്താണ് ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മൾ ഭാവിയിലേക്കുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷെഡ്യൂൾ എന്താണ്? കൃത്യമായിട്ട് ടൈം ടേബിൾ, ഒരു വർക്ക് ചെയ്യാനുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈം ടേബിളിനാണ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രൊജക്റ്റ്? പ്രൊജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്കീം വഴി എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ പറ്റുന്നതിനാണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഒന്നാണ് മെത്തേഡ്. മെത്തേഡ് എന്താണ്? ഡേ ടു ഡേ ആക്ഷൻസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ആണ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫോർമലും ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ? നമ്മുടെ മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫോർമൽ. എന്നാൽ ഇൻഫോർമലോ അവിടെ വർക്ക് പ്ലേസിൽ വർക്കേഴ്സിന് ഉണ്ടാകുന്ന സോഷ്യോ സൈക്കോളജിക്കൽ ഫോഴ്സുകൾ കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് താനെ ഉണ്ടാകുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇവിടെ എന്തിനാണ് ഉണ്ടാക്കിയതാണ്? ആ ഒരു വർക്കേഴ്സിൻ്റെ സോഷ്യൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. എപ്പോഴും ഫോർമൽ ഓർഗനൈസേഷൻ വളരെ ലാർജ് ആയിരിക്കും, എന്നാൽ ഇൻഫോർമൽ വളരെ ചെറുതായിരിക്കും. ഫോർമൽ ഓർഗനൈസേഷൻ വളരെ സ്റ്റേബിളും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്നാൽ ഇൻഫോർമൽ അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല, കുറേ നാൾ നിൽക്കുകയില്ല. പിന്നെ ഫോർമലിന് കൃത്യം സ്ട്രക്ചർ ഉണ്ട്, എന്നാൽ ഇവിടെ സ്ട്രക്ചർ ഒന്നുമില്ല. ഇവിടെ കൃത്യമായിട്ട് മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ ഗവൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഇൻഫോർമലാണെങ്കിൽ അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അടുത്ത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഫ്ലോ ചെയ്യുക വളരെ ക്ലീൻ ആയിട്ടുള്ള ചെയിൻ ഓഫ് കമൻസിലൂടെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇൻഫോർമൽ ചെയിൻ ആയിരിക്കും, ഒന്നും ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മാനേജ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും അത് അബോളിഷ് ചെയ്യാൻ പറ്റും, ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും തന്നെ മാനേജ്മെൻറ്റ് ഇൻഫോർമലിന് മേലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാനേജേഴ്സാണ് ലീഡർഷിപ്പ് നോക്കുന്നത്. ഇവിടെ അങ്ങനെ ലീഡർഷിപ്പ് മാനേജർഷിപ്പ് അങ്ങനെയൊന്നും തന്നെ ഇല്ല. അടുത്താണ് ലൈൻ ഓർഗനൈസേഷനും അതേപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ലൈൻ ഓഫ് അതോറിറ്റി? ലൈൻ ഓഫ് അതോറിറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വെർട്ടിക്കലായിരിക്കും ഫ്ലോ ചെയ്യുക ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്കാലർ ചെയിൻ. എന്നാൽ ലൈൻ ഓഫ് അതോറിറ്റി ആണെങ്കിലോ എങ്ങനെയാണ്? അത് ഫങ്ഷണലോ അല്ലെങ്കിൽ ഇവിടെ ഡയഗണലോ ആയിരിക്കും ലൈൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ലൈൻ ഓർഗനൈസേഷനിൽ അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഒന്നും ചാൻസ് ഇല്ല, പക്ഷേ ഫങ്ഷനിലാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇവിടെ എങ്കിൽ ലൈൻ ഓർഗനൈസേഷനിലാണെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവിന് ഓവർ ബേർഡൻ സഹിക്കേണ്ടി വരും, എന്നാൽ ഫങ്ഷനിലാണെങ്കിൽ ഓവർ ബേർഡൻ സഹിക്കേണ്ടി വരുന്നില്ല. ഇവിടെ യൂണിറ്റ് ഓഫ് കമൻറ്റ് ഉണ്ട്, അവിടെ ആകെ ഒറ്റ ആളുടെ ഇത് മാത്രം കമൻറ്റ് മേടിച്ചാൽ മതി. എന്നാൽ ഫങ്ഷനിലാണെങ്കിൽ യൂണിറ്റ് ഓഫ് കമൻറ്റ് ഇല്ല. ലൈൻ ബോസിൻ്റെ നിന്നും ഫങ്ഷണൽ ബോസിൻ്റെ നിന്നും എന്ത് ചെയ്യണം? അവർ കമൻറ്റ്സ് കേൾക്കണം. പിന്നെ ആദ്യത്തേലാണെങ്കിൽ എന്താണ്? സ്ട്രിക്റ്റ് ആൻഡ് എഫക്റ്റീവ് ഡിസിപ്ലിൻ ഉണ്ടാവും, എന്നാൽ ഇവിടെ ഡിസിപ്ലിൻ ഒന്നും അത്ര തന്നെ ഉണ്ടാവില്ല. എപ്പോഴും സ്മോൾ ഓർഗനൈസേഷനാണ് എപ്പോഴും ലൈൻ മാനേജ്മെൻറ്റ് പറ്റുക, എന്നാൽ ഇവിടെ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിനും സാധിക്കും. ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ലൈൻ ഓർഗനൈസേഷനിലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഫങ്ഷനിലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വളരെ